ഹലോ സ്ലെൻഡർമാൻ. ഗൈസ്, അപ്പോൾ നമ്മുടെ വരെ മറ്റുള്ള സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് ഈ എഴുതിയേക്കുന്നത്, അതായത് സ്ലെൻഡർമാൻ മിത്തിക്കൽ ക്രീച്ചർ എന്ന പേരുള്ള എഴുതാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അവസാനം ഒരു പ്രത്യേക തരം വേറൊരാൾ കൂടെ ഉണ്ട്. അപ്പം ഇവൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവന് ടെൻഡിക്കിൾസ് പോലത്തെ കൈകളും, ഇവൻ്റെ ഫേസിൽ എസ് ആണ്, ഫേസില്ല, പിന്നെ ബ്ലാക്ക് കളർ കോട്ടും, പിന്നെ അവന് ഫുൾ പവർ എന്ന് പറയുകയാണെങ്കിൽ അവൻ്റെ ഏകദേശം ഹൈറ്റ് നമുക്ക് കറക്റ്റായിട്ട് അളന്നെടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാണ് അവൻ്റെ ഏറ്റവും പവർഫുൾ മോഡ് എന്ന് പറയുന്നത്. നമ്മുടെ ഹൊറർ മോംസിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ് ഇവർ. നമ്മുടെ ഹൊറർ മോംസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ഹൊററായിട്ടുള്ള കുറച്ച് പേജസാണ്. അപ്പോൾ കേസ് നമ്മുടെ സെൻഡർമാൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ് ടു ഫേസ് അൺബാക്ക് ഒക്കെ ഉണ്ട്. സംതിങ് ഫുൾ എന്നൊക്കെ പറയും, ഹാംഫുൾ 8 pages will not experience in territory and extra due to bottom will spawn in the trail bull totem will. ഇവിടെ എന്തോ മറ്റേ ഗെയിം പോലത്തെ എന്തോ ആണ്. പിന്നെ സ്ലെൻഡർമാൻ കോഴ്സ് ഫേസ് ടു ഫേസ് എബിലിറ്റി, സ്പെഷ്യൽ അറ്റാക്ക് എന്തോ സ്പെഷ്യൽ എബിലിറ്റി സോൾ എബിലിറ്റി എന്നൊക്കെ പറയുമ്പോൾ ഒരുമാതിരി നല്ലൊരു പവറുള്ളതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഈ ഫോട്ടോ മനസ്സിലായി കാണും. നമ്മൾ സ്ലെൻഡർമാൻ എന്ന് സെർച്ച് ചെയ്യുമ്പോഴേ നമുക്കത് കാണാൻ പറ്റുന്നതായിരിക്കും. പിന്നെ പറയുന്നത് ദ മിത്ത് എന്ന് പറഞ്ഞാണ് ഒരെണ്ണം. നമ്മൾ ഈ ഒരു റൗണ്ട് ചിഹ്നം എന്നാണ്ട് ഇവിടെ അല്ലല്ലോ, നമ്മൾ എവിടെയോ അത് കണ്ടായിരുന്നല്ലോ. അത് എനിക്കറിയില്ല. അപ്പം ദ മിത്ത് ഹാസ് 8 pages. ഒരു മിത്തിന് 8 pages ഉണ്ടെന്ന് മനസ്സിലായില്ല. നമുക്ക് എന്തായാലും ഇതൊക്കെ ഒന്ന് വായിക്കാം. കാണ്ട് റൺ, ഗെറ്റിംഗ് ക്ലോസ് ടു ദ റെസ്യൂർ ആംഗ്ലിഷ് ഓഫ് ദ അതേഴ്സ്. അപ്പോൾ കഴിച്ച് ഈ സ്ലെൻഡർമാൻ്റെ വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ നമ്മളെ ഗെയിംസിലൊക്കെ പറയുന്നത് അവൻ നമ്മളെ കാണുമ്പോൾ ഒരുമാതിരി ഗ്ലിച്ച് അടിച്ചൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഡു നോട്ട് സ്റ്റോപ്പ് മീ നൗ, അതായത് അത് കൃത്യമായിട്ടൊന്നും ഇല്ല. പിന്നെ ഹെക്സ് ലോസ്റ്റ് ചൈൽഡ്, ദ ഹെക്സ് ദാറ്റ് അലൗസ് യു ടു കീപ്പ് യുവർ വിറ്റാമിൻസ് ആൻഡ് ഇലക്ട്രിൻ. അങ്ങനെയൊക്കെയുള്ള കുറേ ഇതൊക്കെ ഉണ്ട്. ടെലിപ്പോർട്ടേഷൻ പ്രോസസ് ടേക്സ് 8 seconds. അതായത് ഈ മിത്തിന് 8 seconds കൊണ്ട് തന്നെ ടെലിപ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ ടെലിപ്പോർട്ട് ചെയ്യാൻ പറ്റും. മറ്റേ നമ്മുടെ മൈൻക്രാഫ്റ്റിലെ എൻഡർമാൻ്റെ കണക്ക്. പിന്നെ ഉള്ളത് മിത്ത് ഹാസ് അദർ എബിലിറ്റി കാൾഡ് സ്ലെൻഡർ ഫ്ലൈറ്റ്. ദെൻ ദീസ് എബിലിറ്റി ഈസ് ആക്ടിവേറ്റഡ് ഇഫ് എ സർവൈവർ ലുക്സ് ലൈക്ക് ദെയർ ആരെ വിൽ ബി റിവീൽഡ് ആൻഡ് ദെൻ ഗെയിൻസ് എന്തോ ബോൺസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് വേറൊരു എബിലിറ്റിയാണ് സ്ലെൻഡർ ഫ്രൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഇത് മറ്റേ എന്തോ ആക്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സ്ലെൻഡർമാൻ്റെ ശരിക്കുള്ള ഫേസ് ഒന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ ന്യൂ മാപ്പ് സ്ലെൻഡർ വുഡ്സ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു വലിയ ഒരു റൗണ്ട് ഡെക്സ് വരച്ച് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ മിക്കവാറും ഞാൻ ആ മൂവി കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഗൈസ് എന്തായാലും നമുക്കിത് നമ്മുടെ ഏറ്റവും, അതായത് ഞാൻ പറഞ്ഞില്ലേ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ടെന്ന്, നമുക്കപ്പോൾ നമ്മൾ ട്വിസ്റ്റിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ട്വിസ്റ്റ് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ദ സ്പ്ലെൻഡർമാൻ. അപ്പോൾ സുഹൃത്തുക്കളെ ഞാൻ ട്വിസ്റ്റ് ചെയ്യുകയാണ്. നമ്മളത് സ്പ്ലെൻഡർമാനെ പറ്റിയും പറയുന്നുണ്ട്. സ്പ്ലെൻഡർമാനെ പറ്റി മിക്കവർക്കും അറിഞ്ഞുകൂടായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ മാസ്ക്, ഒരു ഹാറ്റ്, പിന്നെ റെയിൻബോ കളർ ഡോട്ട്സ് ഇൻ ബ്ലാക്ക് ഡ്രസ്സ്. നമ്മൾ ഏകദേശം സ്ലെൻഡർമാൻ്റെ അത്ര വരത്തില്ലെങ്കിലും ഹാറ്റ് വിത്ത് ഫ്ലവർ. പിന്നെ ഇവൻ്റെ ടെൻറ്റിക്കിൾസ് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഒരു ബെല്ല് പോലെയാണ് കേട്ടോ. ആൾ കാണാൻ നല്ല രസമൊക്കെയാണ്. പക്ഷേ ഇയാൾ ഗൈസ് ഇതാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് സ്ലെൻഡർമാൻ കിൽ കോൺസെപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതാണ് കണ്ടോ പവർ ഐക്കൺ. ഈ ചിഹ്നത്തിനെ തന്നെ നമ്മൾ കണ്ടേ ഇവിടെ വെച്ച് ഈ സൈഡിൽ കാണുന്നുണ്ട്. അപ്പോൾ കണ്ടേ ഇതിന് രണ്ട് എന്തോ ഉണ്ട്. പിന്നെ പറയുന്നത് മൊത്തം മനസ്സിലാവുന്നില്ല, അതാണ്. പിന്നെ നമ്മുടെ സ്ലെൻഡർമാൻ്റെ കില്ലിങ് കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്, അതാണ് ഇത്. നമുക്കിനി ഇപ്പുറത്തോട്ട് പോകാനുള്ളത്. ഓക്കെ ഗൈസ്, അപ്പം അത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ടെറിഫയർ ആയിട്ടുള്ളതാണ് ഇവൻ്റെ ഈ ഫേസ് എന്ന് പറയുന്നത്. എനിക്ക് ഇവൻ്റെ മാത്രമേ ഉള്ളൂ നമ്മുടെ മൂവിയാറ്റിക് ഫീസ് കിട്ടിയിട്ടുള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ട് ഇതൊക്കെ അവൻ്റെ ഒരു ഫേസുകളാണ്. ടീത്തൊക്കെ ഉണ്ട്. ആൾ നല്ല പാകത്തിൽ പിടിച്ച് ഇവിടെ ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ ഓരോ വീഡിയോ. അപ്പോൾ കേസ് എന്തായാലും നമ്മുടെ സ്പ്ലെൻഡർമാൻ്റെ എക്സ്പ്ലനേഷൻ ഇത്രയേ ഉള്ളൂ. എനിക്ക് സെർച്ച് ചെയ്തിട്ട് ഇത്ര കിട്ടിയിട്ടുള്ളൂ ഗൈസ്. അപ്പോൾ നിങ്ങൾ ഈ സ്പ്ലെൻഡർമാൻ്റെ മൂവി പരമാവധി കാണാൻ ശ്രമിക്കുക. ബിക്കോസ് അവിടെ എവിടെയെങ്കിലും കാണും, പക്ഷെ ഞാൻ കണ്ടിട്ടില്ല, എനിക്കിനി കാണണം. അപ്പോൾ സുഹൃത്തുക്കളെ എന്തായാലും വീഡിയോ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് സബ് അടിക്കാനും മറക്കരുത്. അപ്പോൾ ഇത്ര അടുത്ത വീഡിയോ, അടുത്ത വീഡിയോ തന്നെ. ബൈ ബൈ, ഇറ്റ്സ് മീ ശ്രാവൺ.